ഈ കോഴിക്കോട് ദീപക് ജീവനൊടുക്കിയ സംഭവം മനസാക്ഷിയെ തന്നെ മരവിപ്പിച്ച ഒരു വാർത്തയായിരുന്നു. അതിൽ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്, വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഷിംജിതയ്ക്കെതിരെ മാത്രമല്ല, ഇപ്പോൾ മരിച്ചതിന് ശേഷവും ദീപകിനെതിരെ ആരോപണം ഉന്നയിച്ച് ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ദീപകിന്റെ മരണത്തിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവ് ഷിംജിതയുടെ മൊബൈൽ ഫോൺ പരിശോധനാ ഫലം റിപ്പോർട്ട് ഇന്ന് പോലീസിന് ലഭിക്കും. അതായത് ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകാൻ പോലീസ് ഒരുങ്ങുന്നത്. ഇതിനിടെ ഷിംജിതയുടെ ജാമ്യ ഹർജി കുന്ദമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. എന്തായാലും ഈ ദിവസം ഈ ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ഒരു നിർണായക ദിവസമായി അല്ലെങ്കിൽ നിർണായക വഴിത്തിരിവായി മാറാനുള്ള ദിവസമാണ്, മണിക്കൂറുകളാണ്. കാരണം ഷിംജിത വീഡിയോ ചിത്രീകരിച്ച ആ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരികയാണ്. ഒപ്പം ഷിംജിതയുടെ ജാമ്യ അപേക്ഷയും കോടതി പരിഗണിക്കുന്ന ഒരു ദിവസമാണ്. നമുക്ക് ശ്യാമപ്രസാദിനോട് ഈ വാർത്തയുടെ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ശ്യാമപ്രസാദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നിർണായകമാണ്. ഈ വീഡിയോ ചിത്രീകരിച്ച രീതിയിൽ ചില വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. അതായത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യപ്പെട്ടതാണ്, ഈ വീഡിയോ സ്ലോ മോഷനിലാണ് കാണിച്ചത്, ഈ ദീപകിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അറിയാതെ തട്ടിയതാണ്, അങ്ങനെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതിനിടെ ഷിംജിത ഈ സമൂഹ മാധ്യമങ്ങളിൽ റീച്ച് കൂട്ടാനാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്, ഒരു യുവാവിന്റെ ജീവൻ അതിന് ബലി കൊടുക്കേണ്ടി വന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും എപ്പോഴാകും ഈ പരിശോധനാ ഫലം വരിക? എന്താകും പോലീസിന്റെ തുടർ നടപടികൾ? ജാമ്യാപേക്ഷ എപ്പോഴാകും ശ്യാം പരിഗണിക്കുന്നത്? ഗുഡ് മോർണിംഗ്. റിമാൻഡിൽ കഴിയുന്ന മുസ്ലിം ലീഗ് നേതാവും പ്രതിയുമായ ഷിംജിത മുസ്തഫയുടെ മൊബൈൽ ഫോൺ പരിശോധനാ ഫലമാണ് ഇന്ന് പോലീസിന് ലഭിക്കാൻ സാധ്യതയുള്ളത്. നിലവിൽ സൈബർ ഫോറൻസിക് സംഘമാണ് ഈ ഫോൺ പരിശോധനയ്ക്ക് ഇപ്പോൾ വിധേയമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് റിമാൻഡിൽ കഴിയുന്ന ഈ ഷിംജിതയുടെ മൊബൈൽ ഫോൺ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പിടിച്ചെടുത്തപ്പോഴേക്കും റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 7ഓളം വീഡിയോകൾ ഇതിൽ ചിത്രീകരിച്ചിട്ട് ഈ ഫോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ്. അതിനാൽ തന്നെ ഈ ചിത്രങ്ങൾ സംബന്ധിച്ച ആധികാരികത, ഒപ്പം തന്നെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളുടെ ആധികാരികത സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ സൈബർ ഫോറൻസിക് സംഘം വിലയിരുത്തും. ഇത് സംബന്ധിച്ച റിപ്പോർട്ടായിരിക്കും ഈ അന്വേഷണ സംഘത്തിന് കൈമാറുക. അതിനുശേഷമായിരിക്കും ഷിംജിതയുടെ കസ്റ്റഡി അപേക്ഷ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. പ്രധാനമായും ഇത് സംബന്ധിച്ച ചോദ്യം ചെയ്യലുകൾ അനിവാര്യമാണ്. അതായത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, എഡിറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ അനിവാര്യമായൊരു ഘട്ടമാണ് നിലനിൽക്കുന്നത്. എന്നാൽ തന്നെ അതിൽ പോലും ഒരു രഹസ്യ സ്വഭാവം പോലീസ് കാത്തുസൂക്ഷിച്ചു വരികയാണ്. പ്രധാനമായും ഇത്തരത്തിൽ സൈബർ ഫോറൻസിക് സംഘങ്ങളുടെ റിപ്പോർട്ട് ശേഷം മാത്രമേ കസ്റ്റഡി അപേക്ഷയുമായി പോലീസ് കോടതിയിലേക്ക് നീങ്ങുകയുള്ളൂ. ആ ഘട്ടത്തിൽ പോലും തെളിവെടുപ്പ് അനിവാര്യമായി വന്നു കഴിഞ്ഞാൽ നാട്ടുകാരിൽ നിന്നൊരു പ്രതികൂലമായൊരു സാഹചര്യം ഇത്തരത്തിൽ പ്രതിക്ക് നേരെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതിനാൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുക എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഇന്ന് ഷിംജിതയുടെ ജാമ്യ ഹർജി ഇന്ന് കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ കുന്ദമംഗലം ജില്ലാ കോടതിയിലേക്ക് ഈ ജാമ്യ ഹർജിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനമുള്ളത്. എന്തായാലും പോലീസ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കരുതലോടെ നീങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ പ്രതിഭാഗവും ജാമ്യ ഹർജിയുമായി നീങ്ങുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ഷിംജിതയുടെ സഹോദരൻ നൽകിയ ഒരു കൗണ്ടർ പരാതി കൂടി പോലീസിന് മുൻപാകെ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. ആ പരാതിയുടെ സാധൂകരിക്കുന്ന തെളിവുകൾ തേടി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പരിശോധനകൾ നടത്തിയപ്പോഴേക്കും അത് സംബന്ധിച്ചുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ബസ്സിൽ നിന്നുള്ള ജീവനക്കാരുടെ മൊഴിയും ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളുമെല്ലാം തന്നെ ഷിംജിതയ്ക്ക് ഇതിനോടകം എതിരായി നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം സംബന്ധിച്ച് സൈബർ ഫോറൻസിക് റിപ്പോർട്ടിന്റെ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും കസ്റ്റഡി അപേക്ഷയുമായി പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുക. അശ്വതി. ശ്യാം, വിവരങ്ങൾ വ്യക്തമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദീപകിന്റെ അമ്മയുടെ കരച്ചിലൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കില്ല, നെഞ്ചു പൊട്ടും. അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ മോൻ പാവമായിരുന്നു, അവൻ അത്രയ്ക്ക് ആ രീതിയിലാണ് അമ്മയും അച്ഛനും അടക്കം പ്രതികരിക്കുന്നത്. എന്തായാലും ഇതിൽ ഷിംജിത കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നീതിക്ക് മുൻപിൽ ഷിംജിത എത്തണമെന്ന് തന്നെയാണ് പൊതുജനത്തിന്റെ എല്ലാവരുടെയും ഒരേ മനസ്സോടുകൂടി പറയുന്ന അഭിപ്രായം. അതോടുകൂടി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ആൾക്കൂട്ട വിചാരണ സമൂഹ മാധ്യമങ്ങളിൽ നമ്മളടക്കം എല്ലാവരും ഇൻസ്റ്റാഗ്രാമൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു വീഡിയോ കണ്ടാൽ അത് ഉടനെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും ആ മാതാപിതാക്കളുടെ കണ്ണുനീർ നമ്മുടെ കൈകളിലെ സ്ക്രീനിനുള്ളിൽ പുരടാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ശ്യാമാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയത്.